എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാലുവേഷൻ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ആദ്യത്തെ പാർട്ടാണ്. നമ്മുടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് പോലെ തന്നെ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. The coefficient obtained by dividing the total covered area in all floors by the area of plot. ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള KLDC 3rd grade ഓവർസിയർ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആദ്യത്തെ 9 ക്വസ്റ്റ്യൻ 3rd grade ഓവർസിയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലോട്ട്. നമുക്കറിയാം അതിന് ഫ്ലോർ ഏരിയ റേഷ്യോ എന്നോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നോ പറയാൻ പറ്റും. അപ്പോൾ 2 ആൻസറുകളും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. PSCയുടെ പ്രൊഫഷണൽ വന്നപ്പോൾ ഇറ്റ് വാസ് FAR, പക്ഷേ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഹാസ് ടു ബി ക്യാൻസൽഡ് സിൻസ് ബോത്ത് ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. വോളിയം ഓഫ് 1 bag of cement ഈസ് 1 bag of സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.035 m³ ആണ്. The total length of a cranked bar, the depth D and the angle 45 degree in case of a beam of effective length L. Effective length L ആയിട്ടുള്ള ഒരു ബീം അതിൽ ക്രാങ്ക് ചെയ്ത് 45 ഡിഗ്രി ക്രാങ്ക്ഡ് ആയിട്ട് ബാർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ എത്രയാണ് ആവശ്യമായിട്ടുള്ളത്? ഇറ്റ് ഈസ് L + 0.2 times 0.42 D. Horizontal circulation area for a building may be % of the plinth area of the building. It is 10 to 15%. Vertical circulation area ആണെന്നുണ്ടെങ്കിൽ 4 to 5% ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഫസ്റ്റ് ആണ്, 10 to 15%. The estimate in which approximate total length of the wall is found in running meter and its total length multiplied by rate per running meter wall gives a fairly accurate cost. ഇത് ഏത് എസ്റ്റിമേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഒന്ന് നോക്കാം: ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ്, ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വിച്ച് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി വാൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പെർ മീറ്ററിൻ്റെ റേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ബിൽഡിംഗ് എസ്റ്റിമേറ്റിൽ പഠിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇത്. അതായത് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക, ലെങ്ത് ഫ്രം ദ പ്ലാൻ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുക, പെർ മീറ്ററിന് എത്ര റേറ്റ് ആണ് വരുന്നത് അത് ചെയ്യുക. അതൊരു അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ്. ദ പെയിൻറ്റിംഗ് കോഎഫിഷ്യന്റ് ഫോർ partly paneled and partly glazed or gauged doors for both sides. Option is option 2. രണ്ട് സൈഡിലും വരുമ്പോൾ it is option 2. In analysis of rate, the quantity of dry mortar for 100 m³ brickwork is 100 m³ brickworkന് വേണ്ടിയിട്ട് എത്ര ഡ്രൈ മോർട്ടാർ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് 10 m³ ഓവറോൾ 10 m³ മെഷീനറി ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതിനകത്ത് 3.5 m³ ഓഫ് ഡ്രൈ മോർട്ടാർ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 100 m³ ആകുമ്പോഴേക്കും കറസ്പോണ്ടിങ് ആയിട്ട് 35 m³ ഓഫ് ഡ്രൈ മോർട്ടാറാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് 30 m³. In the absence of detailed drawing, the percentage of steel in the concrete column is usually taken as. ഈ ക്വസ്റ്റ്യൻ PSCയുടെ ആൻസർക്ക് പ്രൊഫഷണൽ വന്നപ്പോൾ ഇറ്റ് വാസ് 1 to 5%. പക്ഷേ ചക്രബർത്തിയുടെ ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ദ ടോപ്പിക് വാസ് ലൈക്ക് ദിസ്: എസ്റ്റിമേറ്റിംഗ് റെയിൻഫോഴ്സ്മെൻറ്റ് ഫോർ RCC ഫ്രെയിംഡ് ബിൽഡിങ്സ്. ഇപ്പോൾ നമ്മൾ ഓവറോൾ
റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം എന്നുള്ള എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു 20% എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. സോ ദാറ്റ് അതിനകത്ത് ക്രാങ്ക് ചെയ്യേണ്ട ലെങ്ത്ത്, ഹൂക്ക്, ലാപ്പ് ഇതെല്ലാം കൂടി കവർ ചെയ്യുന്ന ഒരു ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 20% കൊടുക്കണം. അതുപോലെ തന്നെ ഡിസൈൻ ഡേറ്റ, എത്ര ഡിസൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു കേസിൽ മൈൽഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓർഡിനറി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 0.5%, ഫുള്ളി 0.5% സ്റ്റീൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഫൗണ്ടേഷൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. ഫ്രെയിംഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 0.5 to 1%. കോളത്തിൻ്റെ കേസ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. 0.8 to 8% ആണ് ഫ്രെയിംഡ് ബിൽഡിങ്ങിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓർഡിനറി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് 1 to 1.2 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ കറക്റ്റായിട്ട് വരേണ്ടിയിരുന്നത്. കുറേ പേര് ഇത് RCCയുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. RCCയിൽ കോളത്തിൽ വരുന്ന മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ആ ഒരു കേസ് വെച്ചിട്ട്. പക്ഷെ അതല്ല, എക്സാക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് ടെക്സ്റ്റ് ബുക്കിൽ, എസ്റ്റിമേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ബീം ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1% ആണ് കൊടുക്കേണ്ടത്. സ്ലാബ് ആണെന്നുണ്ടെങ്കിലും 1% സ്റ്റീലാണ്. ലിൻറ്റൽ 0.8%, സൺഷെയ്ഡ് ആണെങ്കിൽ 0.5 തൊട്ട് 0.8%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ എ കോൺക്രീറ്റ് mix of 1:2:4 റേഷ്യോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലെക്ചർ സീരീസിൽ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് നോക്കാം. 1 m³ കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് 1.54 m³ ഓഫ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ റേഷ്യോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1:2:4 ആണ്. അതായത് ഈ 1.54 m³ 1/7 പാർട്ടാണ് സിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 1/7 പാർട്ട് എടുക്കുമ്പോൾ വി ഗെറ്റ് ദ വോളിയം ഓഫ് സിമെൻ്റ് ആസ് 0.22 m³ ഓഫ് വോളിയം ഓഫ് സിമെൻ്റ് എന്ന് നമുക്ക് കിട്ടും. വോളിയം ഓഫ് സിമെൻ്റ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എത്ര വെയിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി സിമെൻറ്റ്, ദാറ്റ് ഈസ് 1440 kg/m³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 316.8 kg എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. In calculating the area, no deduction shall be made for opening up to. അപ്പോൾ ഇത്രയും 9 ക്വസ്റ്റ്യൻസ് വന്നിട്ട് KLDC ഓവർസിയർ 3rd ഗ്രേഡ് ഓവർസിയർ ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിങ്സിൻ്റെ ഏരിയ 0.1 m² ആയിരിക്കുമ്പോൾ വരെയാണ് ഓപ്പണിങ്ങിന് ഒരു ഡിഡക്ഷന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുന്നത് ബ്രിക്ക് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, അതുപോലെ കോൺക്രീറ്റ് RCC ചെയ്യാനായിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ വന്നിട്ട് 0.5 m² വരെയുള്ള ഓപ്പണിങ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഫോർ ഫുള്ളി പാനൽഡ് ഡോർ ഫോർ ബോത്ത് സൈഡ്സ്. ഫുള്ളി പാനൽഡ് ഡോർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2.25. ശ്രദ്ധിക്കേണ്ട കാര്യം ബോത്ത് സൈഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2.25. വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും, ദാറ്റ് ഈസ് 1.125 ആയിരിക്കും. പെയിൻറ്റിങ് കോഎഫിഷ്യൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എങ്കിലും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ്, ലെഡ്ജ്ഡ് ആൻഡ് ബാറ്റൻഡ് അങ്ങനെയുള്ള ഡോസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി പാനൽഡ് പോലെ തന്നെയാണ്. 2.25 ഫുള്ളി പാനൽഡ് പോലെ തന്നെ. ഇനി ഫുള്ളി പാനൽഡ് പോലെ തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ചോദിച്ചിട്ടുള്ളത് പാർട്ട്ലി ഗ്ലേസ്ഡും പാർട്ട്ലി പാനൽഡും ആണ്. പാർട്ട്ലി ഗ്ലേസും പാർട്ട്ലി പാനൽഡും ആണെന്നുണ്ടെങ്കിൽ 1 for one side, 2 for the both sides ആണ്. ഫുള്ളി ഗ്ലേസ്ഡ് ഓർ സാഷ്ഡ് ഡോസ് ആണെന്നുണ്ടെങ്കിൽ 0.5 for each side, 1 for both sides ആണ് ഓപ്ഷനായിട്ട്
വരുന്നത്. ഇനി അടുത്തത് ലോവേർഡ് ആൻഡ് വെനീഷ്യൻ ഡോസ് ആണെങ്കിൽ 1.5 ഫോർ വൺ സൈഡ്, ട്രെല്ലിസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ 2 ഫോർ ബോത്ത് സൈഡ്സ്, കൊറുഗേറ്റഡ് അയൺ ഷീറ്റ് ആണെങ്കിൽ 1.1 ഫോർ ഓർ ഈച്ച് സൈഡ്സ്, കൊറുഗേറ്റഡ് AC ഷീറ്റ് വിത്ത് ലാർജ് കൊറുഗേഷൻ ആണെന്നുണ്ടെങ്കിൽ 1.2 ഫോർ ഈച്ച് സൈഡ്സ്, സെമി കൊറുഗേറ്റഡ് സ്റ്റീൽ ഷീറ്റ് ആണെങ്കിൽ 1.1 ഫോർ ഈച്ച് സൈഡാണ്. Next question, for plastering cement mortar 1:4, 12 mm thick one cord, the cement required for 10 meter square is. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വോളിയം ഓഫ് ദി പ്ലാസ്റ്ററിങ് കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 meter square ഇൻറ്റു 12 mm, that is 0.012, that is equal to 0.12 m³ ആണ് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 0.12 m³ വെറ്റ് മോർട്ടാർ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഫോർ പ്ലാസ്റ്ററിങ് വി നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 1.6 ടു ഗെറ്റ് ദ വോളിയം ഓഫ് ഡ്രൈ മോർട്ടാർ. അപ്പോൾ 0.12 മൾട്ടിപ്ലൈഡ് ബൈ 1.6 ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.192 m³. ടോട്ടൽ ഇത്രയും ഡ്രൈ മോർട്ടാർ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 0.192 1/5% എന്ന് 1/5 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സിമെന്റ് ആണ്. അപ്പോൾ സിമെന്റ് എത്ര വോളിയം നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് 0.0384 ആണ്. 0.0384 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കിലോഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ the density of the cement, that is 1440, that is the density of the cement. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get the answer as 55.29 ആണ് കിട്ടുന്നത്. 55.29. സോ അതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് 54 കിലോഗ്രാം ആണ്. Growth of trees are to be measured at a height above the ground level. 1 meter ഗ്രൗണ്ട് ലെവലിൽ നിന്നും 1 മീറ്റർ മുകളിലായിരിക്കണം ഗ്രിത്ത് ഓഫ് ദി ട്രീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. The fresh detailed estimate for the additional work in addition to the original one. So additional work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So it is a supplementary estimate. Weight per meter of 10 mm diameter bar is. അപ്പോൾ ബാറിൻ്റെ വെയിറ്റ് പെർ മീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ആൻ ഇക്വേഷൻ, ദാറ്റ് ഈസ് d² ഡിവൈഡഡ് ബൈ 162, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.00617 d². ഇത്രയാണ് വരുന്നത്. സോ ഡി എപ്പോഴും കണ്ടീഷൻ എന്ന് പറയുന്നത് mmലായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ ആൻസർ വരുന്നത് for 10 mm diameter it is 0.617 കിലോഗ്രാം ആണ്. അതിന് അപ്രോക്സിമേറ്റ്ലി 0.62 കിലോഗ്രാം ആണ്. 0.22 കിലോഗ്രാം പെർ മീറ്റർ വരുന്നത് 6 mm ഡയമീറ്റർ ഉള്ള ബാസിന് വേണ്ടിയിട്ടാണ്. 0.39 വരുന്നത് 8 mm ഡയമീറ്റർ ബാസിന് വേണ്ടിയിട്ടാണ്. 0.89 ഇറ്റ് ഈസ് ഫോർ ദി 12 mm ഡയമീറ്റർ ബാർ. കൂടുതൽ ചോദിക്കുന്നത് 10 mmൻ്റെയും 12 mmൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. For 1 m³ 1:2:4 concrete using 20 mm metal, the quantity of the coarse aggregate. ഓൾറെഡി നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. അതായത് 1 m³ കോൺക്രീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1.54 m³ വേണം. അപ്പോൾ ഇതിനകത്ത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഈ വോളിയത്തിൻ്റെ 4/7 പാർട്ടാണ്. അപ്പോൾ 4/7 ഓഫ് 1.54 ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ആസ് 0.88 m³, ദാറ്റ് ഈസ് 0.9 m³. The quantity of steel required for 10 m³ of RCC if 12% steel is to be used. 2% steel to be used. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 10 m³ RCC ഉണ്ട്, അതിനകത്ത് 2% എന്ന് പറയുന്നത് സ്റ്റീലാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്
0.02 ഓഫ് 10 ദാറ്റ് ഇസ് 0.2 m³ സ്റ്റീലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ ദ ഡെൻസിറ്റി ഓഫ് ദി സ്റ്റീൽ ദാറ്റ് ഇസ് 7850 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇറ്റ് ഇസ് 1570 കിലോഗ്രാം ആണ്. ഓക്കെ, 1570 kilogram ആണ് ആൻസർ. The formwork for underside of the slab can be removed only after. സ്ലാബിൻ്റെ അണ്ടർസൈഡിലുള്ള ഫോം വർക്ക് 7 ദിവസത്തിന് ശേഷമാണ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Quantity of the cement required for 1 m³ random double masonry in 1:8 cement mortar ratio is. റാൻഡം ഡബിൾ മേഷനറിയുടെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 m³ മേഷനറി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് മോർട്ടാർ ആവശ്യമായിട്ടുള്ളത് 10 m³ മേഷനറി ഉണ്ടെന്നുണ്ടെങ്കിൽ 4.2 m³ മോർട്ടാർ ആണ്, ഡ്രൈ മോർട്ടാറാണ് നമുക്ക് ആവശ്യം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ 1 m³ആവുമ്പോൾ ഇറ്റ് വിൽ ബി 0.42 m³ ഡ്രൈ മോർട്ടാർ. ഓക്കെ, അപ്പോൾ ഈ 0.42 തന്നെ 1:8 റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/9 ഓഫ് 0.42 ആയിരിക്കും. സോ ഇൻ മീറ്റർ ക്യൂബ് നമുക്ക് 0.0466 m³ സിമെൻറ്റ് വേണമെന്ന് കിട്ടും. അതിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ ദ ഡെൻസിറ്റി ദാറ്റ് ഇസ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 67.2 കിലോഗ്രാം ആണ്. അപ്പോൾ അതിന് അടുത്ത് വരുന്ന ഏത് വാല്യൂ ആണെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് 54 ആണ്, കുറച്ചെങ്കിലും ഒന്ന് അടുത്ത് വരുന്ന വാല്യൂ. While estimating the area of the wall plastering, deduction shall be made on the both sides when the area of the opening is. ഏരിയ ഓഫ് ദി ഓപ്പണിംഗ് 3 മീറ്ററിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ്സ് നമ്മൾ ഏരിയ ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏരിയ ഓഫ് ദി ഓപ്പണിംഗ് ലെസ് ദാൻ 0.5 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 0.5 തൊട്ട് 3 ഗ്രേറ്റർ ദാൻ 3 മീറ്റർ സ്ക്വയർ ആണ്, അതായത് ഓപ്പണിങ്ങിൻ്റെ സൈസ് വരുന്നത് 0.5നും 0.3 മീറ്റർ സ്ക്വയറിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 1 സൈഡ് അല്ലെങ്കിൽ 1 ഫേസ് ഏരിയ ഡിഡക്റ്റ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ 3 മീറ്റർ സ്ക്വയർ ഓപ്പണിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ്സ് ഏരിയ ഡിഡക്റ്റ് ചെയ്യണം. Next question, the quantity of cement mortar required for 1 m³ brickwork for the walls having wall thickness not less than 1 brick. 1 brickന്റെ wall thickness എന്ന് പറയുന്നത് that is 20 സെൻറ്റിമീറ്റർ വരുന്ന വാൾസ് ആണ്. സോ 20 സെൻറ്റിമീറ്റർ വരുന്ന വാൾസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ 10 m³ ആണ് ബ്രിക്ക് വർക്ക് എന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ് 3.5 m³ ഓഫ് സിമെൻറ്റ് മോർട്ടാറാണ് ആവശ്യം, ഡ്രൈ സിമെൻറ്റ് മോർട്ടാറാണ് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻസിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പഠിച്ചിരിക്കുക. In case of perpetual property, the sum required to be invested to receive an annuity of ₹1 at a specified rate is known as. അതായത് ആനുവിറ്റി 1 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സമ്മാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദി ഒബ്വിയസ്ലി ഇയേഴ്സ് പർച്ചേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which one of the following is not included in the outgoings? Outgoingsൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഇസ് ഡിപ്രിസിയേഷൻ. ബാക്കി ടാക്സ്, സിങ്കിങ് ഫണ്ട് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എമൗണ്ട് ആണ്. സോ അതെല്ലാം ഔട്ട്ഗോയിങ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഡു നോട്ട് ഇൻക്ലൂഡ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നടക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ആക്കാൻ വേണ്ടിയിട്ട്
എടുക്കുന്ന എമൗണ്ട് ആണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്ക്രാപ്പ് വാല്യൂ. ബാക്കി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആവട്ടെ, വാട്ടർ സപ്ലൈക്ക് ഉള്ളതാവട്ടെ, ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാവട്ടെ, ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. The term used to denote the gradual reduction in the useful life of an asset is called as the depreciation. Original cost minus scrap value divided by life in years gives the annual depreciation. The unit of stone masonry is stone masonry unit എന്ന് പറയുന്നത് it is 10 m³ ആണ് സ്റ്റോൺ മേഷനറിയുടെ യൂണിറ്റ്. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഫോർ ദ മെഷർമെന്റ് ഓഫ് ദി പെയിന്റിംഗ് ഫോർ പാനൽഡ് ഡോർ ആൻഡ് വിൻഡോ ഫോർ ഈച്ച് സൈഡ് ഈസ്. ക്വസ്റ്റ്യൻ ഈസ് ഈച്ച് സൈഡ് ആണ്. സോ ദ ഓപ്ഷൻ വിൽ ബി ഫുള്ളി പാനൽഡ് ആണ് ചോദിക്കുന്നത്, 1.125 ആയിരിക്കും. ഫോർ വുഡ് വർക്ക് പ്ലെയിൻഡ് ആൻഡ് ഫ്രെയിംഡ് ഫോർ ഡോർസ് ആൻഡ് വിൻഡോസ്, the unit of measurement is unit of woodwork planed and framed of doors and windows. It is 10 decimeter cube ആണ്. The useful area or livable area of a building is known as the carpet area. Already discuss ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക. താങ്ക് യു.